ഏവർക്കും സ്നേഹവന്ദനം. മോഹൻദാസ് സാറെ അങ്ങേക്കറിയാമോ? ഡോക്ടർ BR അംബേദ്കർ 1927 ഡിസംബർ 25 മഹാരാഷ്ട്രയിലെ മഹാഡിൽ തന്റെ അനുയായികളായ ആയിരക്കണക്കിന് ദളിതരോടൊപ്പം മനുസ്മൃതി കത്തിച്ചതായിട്ടുള്ള വിവരം ആ ദിവസം ഇന്നുവരെ മനുസ്മൃതി ദഹൻ ദിനം ആയി അനുസ്മരിക്കപ്പെടുന്നു. മനുസ്മൃതി എന്നാൽ എന്താണ് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. മനുസ്മൃതി അഥവാ മനുവിന്റെ ധർമ്മശാസ്ത്രം, മനു എന്ന് പറയുന്ന ബ്രാഹ്മണ നേതാവ്, അദ്ദേഹത്തിന്റെ ധർമ്മശാസ്ത്രം ഹിന്ദു സമൂഹത്തിലെ സാമൂഹ്യ ധാർമ്മിക ജീവിതം നിയന്ത്രിക്കുന്നതിനായി രചിക്കപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥമാണിത്. ഇതിൽ വർണ്ണവ്യവസ്ഥ, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൂദ്രന്മാരെയും സ്ത്രീകളെയും താഴ്ന്നവരായി കാണിക്കുകയും അസ്പൃശ്യതയെ നിയമാനുസൃതമാക്കുകയും ചെയ്തു. ബ്രാഹ്മണന്മാർക്ക് പരമാധികാരം നൽകി മറ്റു സമൂഹങ്ങളെ അടിമപ്പണിക്ക് വിധേയരാക്കി. അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന്, അസ്പൃശ്യതയ്ക്കും ജാതി വ്യവസ്ഥതയ്ക്കും മതാധാരമായത് മനുസ്മൃതിയാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനുസ്മൃതി ദളിതരെ മനുഷ്യരായിട്ട് പോലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായി പറയുന്നത്. അവർക്ക് വിദ്യാഭ്യാസ അവകാശം, സ്വാതന്ത്ര്യം, മാന്യത ഒന്നും നൽകാതെ അടിമപ്പണിയിലും താഴ്ന്ന നിലയിലും പൂട്ടിയിട്ടു. അതാണ് അവരുടെ മൂന്നാമത്തെ വാദം. അംബേദ്കർ വിശ്വസിച്ചത് അസ്പൃശ്യതയ്ക്കും മതസാക്ഷ്യമായി നിന്ന പ്രധാന ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നതാണ് നാലാമത്തെ കാര്യം. മഹാഡിയിലെ സമരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന്റെ അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു. 1927 മഹാഡിയിൽ അംബേദ്കർ ചൗദാർ ടാങ്ക് സത്യാഗ്രഹം നടത്തുകയുണ്ടായി. ദളിതർക്കും പൊതു കിണറുകളിലും കുളങ്ങളിലും വെള്ളം കുടിക്കാനുള്ള അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ ആയിരങ്ങൾ അതിൽ പങ്കെടുത്തു. എന്നാൽ ബ്രാഹ്മണരും മേലാളന്മാരും ശക്തമായി ഇതിനെ എതിർത്തു. ഇതിനു മറുപടിയായി അംബേദ്കർ സാമൂഹിക അടിമത്തത്തിന്റെ ശാസ്ത്രീയ അടിസ്ഥാനമായ മനുസ്മൃതി ദഹിപ്പിക്കുകയുണ്ടായി. ആ മനുസ്മൃതി ബ്രാഹ്മണന്മാരെ പരമാധികാരികളാക്കുകയും മറ്റ് ജാതികളെ കീഴാളുകൾ ആകുവാനത്തക്കവണ്ണം നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് കത്തിക്കുവാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകമായിട്ട് പറയുന്നത്. അത് കത്തിച്ചത് ബ്രാഹ്മണാധികാരത്തോട് അംബേദ്കർ തുറന്ന പ്രതിഷേധം പ്രകടിപ്പിച്ചതായിരുന്നു. സാമൂഹിക വിപ്ലവത്തിന്റെ പ്രഖ്യാപനം. അംബേദ്കർ പറഞ്ഞു, "We must destroy the religion of മനുസ്മൃതി which has made us slaves." മനുസ്മൃതി എന്ന് പറയുന്നതാണ് ഞങ്ങളെ അടിമകളാക്കി തീർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കത്തിച്ചു കളയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുസ്മൃതി ഞങ്ങൾ അടിമത്വം സഹിക്കില്ല എന്ന ഒരു വിപ്ലവ സന്ദേശം അതിലൂടെ നൽകി. സമൂഹത്തിന് നല്ലൊരു ഭാവി നൽകുവാൻ തക്കവണ്ണം ഭരണഘടനയുടെ വിത്ത് പിന്നീട് അംബേദ്കർ ഭരണഘടനയുടെ മുഖ്യ രൂപകർത്താവായി തീരുമ്പോഴും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിയത് മനുസ്മൃതിയോട് നടത്തിയ പ്രതിഷേധത്തിൽ തന്നെ തുടർച്ചയായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത് ജാതി വ്യവസ്ഥയെയും അസ്പൃശ്യതയെയും മൂല്യത്തിൽ നിന്ന് തള്ളിക്കളയാൻ, ബ്രാഹ്മണാധിപത്യത്തെ തുറന്നു പറഞ്ഞ് ചോദ്യം ചെയ്യാൻ, സമൂഹത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വഴി തുറക്കാൻ, ഭാവി തലമുറയ്ക്ക് പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ സന്ദേശം നൽകാൻ. അതുകൊണ്ടാണ് 1927 മനുസ്മൃതി ദഹനം ഇന്ത്യയിലെ സാമൂഹ്യ നീതി സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലോ സ്കൂൾ വിദ്യാഭ്യാസ തലങ്ങളിലോ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചരിത്രത്തെ എത്രമാത്രം കോട്ടിമാട്ടുവാനും തമസ്കരിക്കുവാനും മേലാളന്മാർക്ക് സാധിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഒരുപാട് സമരങ്ങൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വരുത്തി വെച്ചത് ഇവിടുത്തെ മേലാളന്മാരായ ആളുകൾ, മൈനോറിറ്റീസ് ആയിരുന്ന അവർ അന്നും ഇന്നും വലിയൊരു സമൂഹത്തെ തങ്ങളുടെ കൈക്കുള്ളിലാക്കുവാൻ, അടക്കി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് മുന്നേറാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മളെല്ലാവരും സുസംഘടിതമായി തന്നെ പ്രവർത്തിക്കണം. എങ്ങനെയാണ്? സ്നേഹിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും ആളുകളെ നമ്മുടെ അരികിലേക്ക് വിളിച്ചുകൊണ്ടും. അതിന് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അകറ്റി നിർത്തുകയല്ല, മാറോട് അണയ്ക്കുകയാണ്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതിനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വന്തം ജോൺസൺ തേക്കടിലച്ചൻ.